കൊല്ലം കല്ലടയാറ്റിലൂടെ 10 കിലോമീറ്ററോളം ഒഴുകിയിട്ടും അത്ഭുതകരമായി രക്ഷപ്പെട്ട് വാർത്തകളിൽ ഇടം നേടിയ 62കാരി വീടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ. പുത്തൂർ കുളക്കടക്കിഴക്ക് മനോജ് ഭവനിൽ ശ്യാമളമ്മയാണ് മരിച്ചത്. തിങ്കളാഴ്ച രാവിലെയാണ് മരണവിവരം പുറത്തറിയുന്നത്. രാവിലെ 7:30 കടയിലേക്ക് പോയ മകൻ മനോജ് കുമാർ തിരികെ വന്നപ്പോഴാണ് വീട്ടിലെ അടുക്കളയോട് ചേർന്ന മുറിയിൽ ശ്യാമളയമ്മ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടത്. നാട്ടുകാർ ചേർന്ന് ഉടൻ തന്നെ കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. മരിച്ച ശ്യാമളയമ്മയുടെ ഭർത്താവ് ഗോപിനാഥൻ പിള്ള റബ്ബർ ടാപ്പിംഗ് തൊഴിലാളിയാണ്. കഴിഞ്ഞ ദിവസം രാവിലെ ഭർത്താവ് ജോലിക്കായി പുറത്തുപോയപ്പോഴാണ് സ്ത്രീ ജീവനൊടുക്കിയതെന്നാണ് നിഗമനം. സംഭവം അറിഞ്ഞെത്തിയ വാർഡംഗം ഹരികൃഷ്ണന്റെ നേതൃത്വത്തിലാണ് ശ്യാമളയമ്മയെ ആശുപത്രിയിൽ എത്തിച്ചത്. പ്രാഥമിക നടപടികൾക്ക് ശേഷം മൃതദേഹം വീട്ടുവളപ്പിൽ സംസ്കരിച്ചു. ഈ വർഷം മെയ് 28 രാവിലെയാണ് ശ്യാമളമ്മ വീടിന് സമീപത്തെ കടവിൽ നിന്ന് കല്ലടയാറ്റിൽ ഒഴുക്കിൽപ്പെടുന്നത്. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽസലാമ ഹൈ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ. സ്ത്രീ ഒഴുകിപ്പോകുന്ന വീഡിയോയും വാർത്തകളും സമൂഹമാധ്യമങ്ങളിൽ വൈറലായിരുന്നു. മഴ കാരണം വെള്ളമുയർന്ന നദിയിലൂടെ ഒഴുകി പെറുപൊയ്ക മംഗലശ്ശേരി കടവിന് സമീപത്തെത്തിയത് ശ്രദ്ധയിൽപ്പെട്ട നാട്ടുകാർ അവരെ കരക്കെത്തിച്ച് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. സമാനമായി അമ്മയെയും മകനെയും വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം നടന്നു. പാലക്കാട് വല്ലപ്പുഴയിലാണ് സംഭവം. തിങ്കളാഴ്ച രാത്രി തന്നെ 9 മണിയോടെയാണ് സംഭവം നടന്നത്. ചെറുകോട് ഇലപ്പുള്ളി മുഖില മകൻ കൊച്ചു എന്ന് വിളിക്കുന്ന നിശാന്ത് എന്നിവരെയാണ് വീടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മുഖിലയുടെ മൃതദേഹം ഹാളിലും നിശാന്തിൻ്റേത് കിടപ്പുമുറിയിലുമായിരുന്നു. നിശാന്ത് കഴിഞ്ഞ 10 വർഷമായി പലതരം ബിസിനസ് നടത്തി വരികയായിരുന്നു. എന്നാൽ വിവിധ പ്രതിസന്ധികൾ മൂലം ആ ബിസിനസ്സുകളൊന്നും തന്നെ വിജയിച്ചിട്ടില്ല. എറണാകുളത്ത് നടത്തിയിരുന്ന കൂൾബാർ 10 ദിവസം മുൻപാണ് അടച്ചുപൂട്ടിയത്. സാമ്പത്തിക പ്രതിസന്ധിയാകാം മരണകാരണമെന്നാണ് പട്ടാമ്പി പോലീസിന്റെ പ്രാഥമിക നിഗമനം. ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം മൃതദേഹങ്ങൾ പാലക്കാട് ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുമുണ്ട്. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം കുടുംബത്തിന് വിട്ടു നൽകും. നിശാന്തിന്റെ മൂത്ത സഹോദരൻ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് അഹമ്മദാബാദിലാണ് താമസം. ആവശ്യം ഏതുമാകട്ടെ, പണം ഞങ്ങൾ തരും.